മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ എന്ന വലിയ വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു. മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ വിധിച്ചിരിക്കുന്നു എന്ന വലിയ വാർത്ത ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. മുഴുവൻ പ്രതികൾക്കും മാവേലിക്കര കോടതി പരമാവധി ശിക്ഷ നൽകിയിരിക്കുന്നു, വധശിക്ഷ എന്നൊരു വാർത്ത മുഴുവൻ. അത് കൃത്യമായ രീതിയിൽ ക്ലാരിഫൈ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. മുഴുവൻ പ്രതികളും, ഈ പ്രതികളെ ഇപ്പോൾ ഇങ്ങോട്ട് ഇറക്കുകയാണ്. 15 പ്രതികൾക്കും വധശിക്ഷ. നിർണായകമായ വിവരം, 15 പ്രതികൾക്കും വധശിക്ഷ എന്ന നിർണായകമായ വിവരം. അതായത് കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. 15 പ്രതികൾക്കും വധശിക്ഷ എന്ന നിർണായകമായ വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വലിയ വിവരം. പ്രതികൾ ഭാവവ്യത്യാസങ്ങളൊന്നും തന്നെ കാണാനില്ല. ഈ 15 പ്രതികൾക്കും വധശിക്ഷ എന്ന നിർണായകമായ വിവരം പുറത്തു വരുന്നു. അല്പസമയത്തിനകം തന്നെ കോടതിക്ക് നടപടികൾ പൂർത്തിയാക്കി. ശരി, ശ്രീകുമാരാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ നിർണായകമായ ശിക്ഷാവിധി പ്രഖ്യാപനം ഉണ്ടായിരിക്കുകയാണ്. 15 പ്രതികൾക്കും വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി VG ശ്രീദേവിയാണ് ശിക്ഷാവിധി പ്രഖ്യാപനം നടത്തിയത്. ഇപ്പോൾ വരുന്ന വാർത്ത 15 പ്രതികൾക്കും വധശിക്ഷ നൽകിയിരിക്കുന്നു എന്നതാണ്. എല്ലാ പ്രതികൾക്കും വധശിക്ഷ നൽകിയിരിക്കുന്നു. അപൂർവത്തിൽ അപൂർവമായ കേസാണ് ഇത് എന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചിരിക്കുന്നു. രാഷ്ട്രീയ കൊലപാതകമാണ്. സമാനമായ രീതിയിലുള്ള മറ്റു കൊലപാതകങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അപൂർവത്തിൽ അപൂർവമല്ല എന്ന് പ്രതിഭാഗം അവസാന ഘട്ടം വരെ വാദിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. അസാധാരണമായ വിധി പ്രഖ്യാപനം തന്നെയാണ്. രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലെ 15 പ്രതികൾക്കും മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. 1 മുതൽ 12 വരെ പ്രതികൾ നേരിട്ട് പങ്കെടുത്തു. 13 മുതൽ 15 വരെയുള്ള പ്രതികൾ സഹായം നൽകി. 8 പ്രതികൾക്കെതിരെ കൊലക്കുറ്റം തെളിഞ്ഞു. ബാക്കി പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം തെളിഞ്ഞു എന്നൊക്കെയായിരുന്നു ഇതുവരെയുള്ള വിവരങ്ങൾ. എന്നാൽ ഇപ്പോൾ ശിക്ഷാവിധി പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. 15 പ്രതികൾക്കും കോടതി വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. മാവേലിക്കര കോടതിയിൽ നിന്നാണ് മാവേലിക്കര ജയിലിൽ നിന്നാണ് പ്രതികളെ ഇന്ന് ശിക്ഷാവിധി പ്രഖ്യാപനം കേൾക്കാൻ കോടതിയിലെത്തിച്ചത്. 14 പ്രതികളാണ് ഹാജരായത്. 10ാം പ്രതി അനാരോഗ്യം കാരണം ആശുപത്രിയിലാണ്. ഇവരുടെ മാനസികാരോഗ്യ നില കോടതി നേരത്തെ പരിശോധിച്ചിരുന്നു. ഇവർക്ക് പറയാനുള്ളത് എന്താണ് എന്ന് കേട്ടിരുന്നു. അതിനുശേഷമാണ് 3ാമത്തെ തവണ കോടതി കൂടി ഈ 30ാം തീയതി ശിക്ഷാവിധി പ്രഖ്യാപനത്തിന് നിശ്ചയിച്ചത്. ആ വിധി പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ 15 പ്രതികൾക്കും വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് കോടതി. ശ്രീകുമാരൻ തുടരുന്നുണ്ട്. ശ്രീത്ത് നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ എന്തൊക്കെ? ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്ന വിവരം ഇത് മാത്രമാണ്. ഈ 15 പ്രതികൾക്കും വധശിക്ഷ കൊണ്ടൊരു ഉത്തരവ് കോടതി ഇറക്കിയിട്ടുണ്ട്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ കോടതിക്കകത്ത് നിന്ന് മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മനീഷ് മഹിപാൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലഭ്യമാക്കാനാകൂ. എന്തായാലും ഈ 15 പ്രതികൾക്കും വധശിക്ഷ എന്ന നിർണായകമായ വിധി, പ്രതികളിത് ഭാവഭേദ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ തന്നെ കോടതിക്ക് നിന്ന് മാവേലിക്കര സ്പെഷ്യൽ ജയിലിലേക്ക് കയറിപ്പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അല്പസമയം മുൻപാണ് ജസ്റ്റിസ് VG ശ്രീദേവി ഇത്തരത്തിൽ നേരത്തെ വേണു ചോദിച്ചതുപോലെ അപൂർവങ്ങളിൽ അപൂർവമാണോ ഈ കേസ്, അത്തരത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നേരത്തെ വേണു ഒരു ചോദ്യമായി സംശയമായി ഉന്നയിച്ചിരുന്നു. അതെ, അപൂർവങ്ങളിൽ അപൂർവമായി കേസിനെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുഴുവൻ പ്രതികൾക്കും, അതായത് അതിമാരകമായി തന്നെ ചുറ്റിക കൊണ്ട് തലക്കടിച്ചാണ് ഈ രഞ്ജിത്ത് ശ്രീനിവാസനെ വീഴ്ത്തിയത്. അതിനുശേഷം നിഷ്ഠൂരമായി തന്നെയാണ് വെട്ടിക്കൊലപ്പെടുത്തിയത് എന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായ രീതിയിലുള്ള വിവരങ്ങൾ ലഭ്യമായി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചു. ഹിറ്റ് ലിസ്റ്റ് അടക്കമുള്ള തെളിവുകൾ 3ാം പ്രതിയുടെ ഭാര്യയുടെ മൊബൈൽ ഫോണിൽ നിന്ന് ലഭിച്ചു. അങ്ങനെ നിർണായകമായ രീതിയിലുള്ള ഈ കേസ് അന്വേഷണം പഴുതടച്ചൊരു കേസ് അന്വേഷണമാണ് നടത്തിയത്. അങ്ങനെ വരുമ്പോഴാണ് കൃത്യമായ രീതിയിൽ ഈ വധശിക്ഷ, 15 പ്രതികൾക്കും വധശിക്ഷ എന്നത് അപൂർവങ്ങളിൽ അപൂർവമെന്ന് നമുക്കൊരുപക്ഷെ നീതിന്യായ ചരിത്രം. മനീഷ് മഹിപാൽ ഇപ്പോൾ കോടതിക്കകത്ത് ഉണ്ടായിരുന്നു. മനീഷ് മഹിപാൽ പുതിയ വിവരങ്ങൾ നൽകാൻ ഇപ്പോൾ ചേരുന്നുണ്ട്. മനീഷ്, എന്താണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? വേണുഗോപാലകൃഷ്ണൻ, അതായത് ഈ കേസിൽ 15 പ്രതികളാണുള്ളത്. 14 പേരെയും പ്രത്യേകം കോടതിയിൽ എത്തിച്ചു. കോടതി അവരുടെ എല്ലാവരുടെയും ശിക്ഷാവിധി, ഇത്ര വകുപ്പുകൾ, ഇത്ര ജീവപര്യന്തം, ഒപ്പം തന്നെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇതിൽ 15 മുഴുവൻ പ്രതികൾക്കും വധശിക്ഷയാണ് ആലപ്പുഴ മാവേലിക്കര സെഷൻസ് കോടതി 1 ജഡ്ജി VG ശ്രീദേവി വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ്. അതായത് ഈ കേസിൽ മറ്റൊരു കമൻറ്റും പറയാൻ ജഡ്ജി തയ്യാറായില്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. കേസ് ആദ്യം തന്നെ പരിഗണിച്ചത് ഈ കേസിന് 1ാം പ്രതി നൈസ
നിസാം അടക്കമുള്ള 15 പ്രതികൾക്കും വധശിക്ഷ എന്ന വിധിയാണ് ഈ കേസിൽ വിധിച്ചിട്ടുള്ളത്. പ്രധാനമായും ഗൂഢാലോചന, ഒപ്പം തന്നെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി മാസങ്ങൾ നീണ്ട പ്ലാനിംഗ് ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ കോടതിക്ക് മനസ്സിലായിരുന്നു. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംശയാതീതമായി 15 പേരും കുറ്റക്കാരാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ഈ കേസിൽ വധശിക്ഷയിലേക്ക് എത്തിയ വകുപ്പുകൾ, ഒപ്പം തന്നെയുള്ള മറ്റ് വിശദാംശങ്ങളിലേക്ക് കൂടി എത്തേണ്ടതുണ്ട്. കോടതിക്ക് അകത്ത് നിന്നെങ്കിൽ കൂടി ജഡ്ജി പറഞ്ഞ വിവരങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ 15 പ്രതികൾക്കും വധശിക്ഷ വിധിച്ചു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അതിനകത്തേക്കുള്ള ഏതൊക്കെ വകുപ്പുകൾ, ഏറ്റവും പ്രധാനമായി കൊലക്കുറ്റം തെളിഞ്ഞിരുന്നു. 15 പ്രതികൾക്കും, അതായത് 1 മുതൽ 8 വരെയുള്ള പ്രതികൾ കൊലപാതകത്തിൽ നേരിട്ട് ആയുധം വെച്ച് പങ്കെടുത്തു എന്നുള്ളത് നേരത്തെ കോടതി കണ്ടെത്തിയിരുന്നെങ്കിൽ 15 പ്രതികൾക്കും കൊലക്കുറ്റം ഉണ്ട്. ഇവർക്കൊക്കെ തന്നെ 15 പേർക്കും കൊലക്കുറ്റം ഇവരിൽ നിലനിൽക്കുന്നതാണെന്ന് കോടതി ആദ്യഘട്ടത്തിൽ തന്നെ ഈ ശിക്ഷാവിധിക്ക് മുൻപ്, അതായത് ശിക്ഷ ഇത്ര ദിവസം വിധിക്കുമെന്നതിന് മുൻപ് തന്നെ പ്രതികളെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ദിവസം തന്നെ ഇക്കാര്യം കോടതി പറഞ്ഞിരുന്നു. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിഭാഗം നിരത്തിയ വാദങ്ങളൊക്കെ തന്നെ കോടതി തള്ളുന്ന സാഹചര്യമായിരുന്നു. അതായത് പ്രതികളുടെ പ്രായം, ഒപ്പം തന്നെ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടില്ല, രാഷ്ട്രീയ കൊലപാതകമാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ, പ്രതിഭാഗത്തിൻ്റെ കാര്യങ്ങൾ കോടതി മുഖവിലേക്ക് എടുത്തില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. എന്നാണെങ്കിൽ ഈ കേസ് സംബന്ധിച്ച് ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കൊലപാതക കേസിൽ ഇങ്ങനെ ഒരു വധശിക്ഷ വിധിച്ചത് ഇത് മുൻപ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ അമ്മയും ഏറ്റവും 156 സാക്ഷികളിൽ അമ്മയും ഭാര്യയും ഇളയ മകളും ഈ കേസിലെ പ്രധാന സാക്ഷിയാണെന്നുള്ളതാണ്. വീടിനകത്ത് ഏകദേശം 4.5 മിനിറ്റോളം സമയം രഞ്ജിത്ത് ശ്രീനിവാസനെ വെട്ടി അപായപ്പെടുത്തി. അതിൽ ഞാൻ നേരത്തെയൊക്കെ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഈ കേസിൻ്റെ ആഴം മനസ്സിലാക്കാൻ, എത്രത്തോളം ക്രൂരമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പോലീസ് ആദ്യഘട്ടത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്, രഞ്ജിത്ത് ശ്രീനിവാസനെ വെട്ടുന്ന സമയത്ത് തറയിൽ ചുറ്റിക കൊണ്ട് വന്ന ആഴത്തിലുള്ള ഒരു ദ്വാരം, അല്ലെങ്കിൽ ആ ഒരു താഴ്ച, അതിന് 1.5 അടിയോളം താഴ്ചയുണ്ടായിരുന്നു. അത്തരത്തിൽ ക്രൂരമായി ഉള്ള കൊലപാതകം, 40-ലധികം മുറിവുകൾ ശരീരത്തുണ്ടായിരുന്നു. നേരത്തെ തന്നെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി അത് 3-ാം പ്രതി അനൂപിൻ്റെ ഭാര്യയുടെ ഫോണിൽ നിന്ന് പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രതികളുടെ ഫിംഗർ പ്രിൻറ്റുകൾ, ഈ പ്രതികൾ വീട്ടിലെത്തി കസേരയിൽ തൊട്ട്, അതായത് ഡൈനിങ് ടേബിളിൻ്റെ സമീപം വെച്ചാണ് രഞ്ജിത്ത് ശ്രീനിവാസനെ കൊല്ലുന്നത്. രഞ്ജിത്ത് ശ്രീനിവാസ് ആ സമയത്ത്, അതായത് പുലർച്ചെ 6:30 തന്നെ പ്രതികൾ വീട്ടിലെത്തുന്ന വേളയിൽ ഈ പുറത്തേക്ക് വന്ന രഞ്ജിത്ത് ശ്രീനിവാസനെ അകത്ത് കയറിയ പ്രതികൾ ആ ഹാളിലിട്ടാണ് ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി. അത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി വ്യക്തമായൊക്കെ തന്നെ കോടതിയെ ബോധിപ്പിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കേസിൻ്റെ വിജയം. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വധശിക്ഷയിലേക്ക് എത്താൻ ഉള്ള വകുപ്പുകൾ, മറ്റ് ഉപവകുപ്പുകൾ, ഒപ്പം തന്നെ ഉള്ള ജീവപര്യന്തമുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇളവ് ലഭിക്കുമോ എന്നതൊക്കെ നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് അല്പസമയത്തിനകം തന്നെ പ്രോസിക്യൂഷൻ അഭിഭാഷകൻ പ്രതാപ് ജി പടിക്കൽ നമ്മളോട് പ്രതികരിക്കും. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിഭാഗത്തിൻ്റെ നീക്കം ഇനി എന്താണ്, ഇത് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു വിധിയാണോ? ഒരു പക്ഷേ ഈ കേസിൽ പ്രതാപ് ജി, പ്രോസിക്യൂഷൻ അഭിഭാഷകൻ പോലും വധശിക്ഷ ഒരു പക്ഷേ അദ്ദേഹത്തിന് പോലും ഉറപ്പില്ലായിരുന്നു. കാരണം കേസിൻ്റെ നാൾവഴികൾ ഉടനീളം ഒരുപാട് പ്രശ്നങ്ങൾ കേസിലുണ്ടായിരുന്നു. കേസ് ജില്ലയ്ക്ക് പുറത്തേക്ക് മാറ്റണം, അങ്ങനെ അടക്കമുള്ള നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. 2 വർഷത്തിന് ശേഷം ഈ കേസിൽ വിധി പറയുമ്പോൾ ഇത്തരത്തിൽ 15 പ്രതികൾക്കും വധശിക്ഷ ഒരു കോടതി, അതും താഴേക്കിടയിലെ ഒരു കോടതി ഇത്തരത്തിലുള്ളൊരു വിധി പ്രസ്താവിക്കുമെന്ന് പ്രോസിക്യൂഷൻ പോലും ചിലപ്പോൾ പ്രതീക്ഷിച്ചിരുന്നില്ല ഇരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമ്മൾ എടുത്തപ്പോഴൊക്കെ തന്നെ പരമാവധി ജീവപര്യന്തം ഉറപ്പായി ലഭിക്കും. വധശിക്ഷയുടെ കാര്യത്തിൽ എന്താണെങ്കിലും കൃത്യമായ തെളിവുകൾ കോടതിക്ക് ലഭിച്ചിട്ടുണ്ട്. അതാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 156 സാക്ഷികൾ, തൊണ്ടിമുദ്രകൾ, ഫിംഗർ പ്രിന്റുകൾ, CCTV ദൃശ്യങ്ങൾ അടക്കം, ഗൂഢാലോചനയിൽ പങ്കെടുത്ത CCTV ദൃശ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ, ഡിജിറ്റൽ തെളിവുകളൊക്കെ തന്നെ ശേഖരിക്കാൻ 90 ദിവസം കൊണ്ട് കുറ്റപത്രം തയ്യാറാക്കാൻ പോലീസിന് സാധിച്ചത് പ്രോസിക്യൂഷന് കൃത്യമായി ഇതൊന്നും നഷ്ടപ്പെടാതെ, ഒരു തെളിവുകളും നഷ്ടപ്പെടാതെ ഇത് കോടതിയിൽ എത്തിക്കാൻ കഴിയുന്നതും കേസിൽ നിർണായകമായി. ഇനി എന്താണെങ്കിലും ഈ കേസിൽ ഇനി ഈ പ്രോസിക്യൂഷൻ അഭിഭാഷകൻ, ഒപ്പം തന്നെ ഈ രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ ഭാര്യ ലിഷ, അമ്മ വിനോദിനി, മകൾ ഹൃദ്യ എന്നിവരുടെ കൂടി പ്രതികരണം കൂടി തേടേണ്ടതുണ്ട്. ഈ വിധി പറയുമ്പോൾ അവിടെ കോടതിക്കുള്ളിൽ രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ ഭാര്യയും അമ്മയും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. 2 വർഷം നീണ്ട നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ എന്താണെങ്കിലും അവർ വിജയം കണ്ടു. പക്ഷേ പ്രതിഭാഗത്തിന് എന്താണ് പറയാനുള്ളത്, പ്രതിഭാഗത്തിൻ്റെ നീക്കം എന്താണെന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്.